ഇന്ന് നല്ലൊരു മോരുകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയോടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് ഹിന്ദിക്കാരുടെ റെസിപ്പിയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ അല്പം മോരുകറി തന്നു. അങ്ങനെ ഞാൻ അവരോട് അതോടൊപ്പം തന്നെ റെസിപ്പിയൂടെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ തയ്യാറാക്കുന്നതാണ്. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ഇത് എൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു ചട്ടിയാണ്, മീൻകറി വെക്കുന്ന ചട്ടി. അതിലേക്കാണ് ഇന്ന് മോരുകറി വെക്കുന്നത്. ഈ ഒരു ചട്ടി മാത്രമേ ഉള്ളൂ, മൺചട്ടിയായിട്ട് എൻ്റെ കയ്യിൽ. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം എനിക്ക് അമ്മ വാങ്ങിച്ചു തന്ന ചട്ടിയാണ്. കുറേ വർഷങ്ങളായതുകൊണ്ട് കുറേ പഴക്കമുള്ള ചട്ടി. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അത് ചൂടായപ്പം കടുകും അതുപോലെ തന്നെ ജീരകവും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം പൊട്ടി വരുമ്പം നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ റെസിപ്പി ചോദിച്ച് വാങ്ങിച്ച് തയ്യാറാക്കുന്നതാണ്. പിന്നെ വറ്റൽമുളക് ഇട്ടതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഞാൻ എൻ്റെ ഈ ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നത് ജനൽ സൈഡ് ആയതുകൊണ്ട് നല്ല സൂര്യപ്രകാശം, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഇടുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. പിന്നെ മുളക് ചേർത്ത് കൊടുത്തു. ചുവന്ന ഉള്ളി എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ സവാള ഉള്ളി ചേർക്കുന്നത് ലാസ്റ്റിൽ. പിന്നെ നിങ്ങൾക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. എനിക്ക് തോന്നുന്നു സവാള ഉള്ളിയാണ് കൂടുതലോട്ട് ടേസ്റ്റ് എന്നാണ്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ സവാള ഉള്ളി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വലിയതായിട്ട് മൂത്ത് പോകാതെ തന്നെ നന്ന് വഴന്ന് കിട്ടുമ്പം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ അന്ന് അവരെനിക്ക് തന്നപ്പം ഞാൻ കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാനത് അവരോട് റെസിപ്പി വാങ്ങിച്ചതാണ്. അതുപോലെ മുടിഞ്ഞ ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം. ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് കഴിയുമ്പം നമുക്ക് ബാക്കി ചേരുവകളോട് ചേർക്കാം. അധികം ചേരുവകളൊന്നും വേണ്ട ഇതിന്. ഇഞ്ചി വേണ്ട, ഇഞ്ചി ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ മോര് കറി വെക്കുമ്പം ഇഞ്ചി ചേർക്കാറുണ്ടല്ലോ, അത് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ചെറുതീയിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതൊന്നും കരിയാൻ പാടില്ല. ഇതുപോലെ നല്ല വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. മഞ്ഞൾപ്പൊടിയുടെ കളർ എനിക്ക് ഒട്ടുമേ കിട്ടിയിട്ടില്ല ഈ സൂര്യപ്രകാശം കാരണം. അതോടൊപ്പം തന്നെ മുളക് പൊടി കൂടി ചേർത്തു. നമ്മൾ ഉച്ചയ്ക്കൊക്കെയല്ലേ ഈ കറിയൊക്കെ തയ്യാറാക്കുന്നത്, രാവിലെ അല്ലെങ്കിൽ ഉച്ചയൊക്കെ എടുക്കാറാകുമ്പോൾ. അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം. അതല്ല ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശമാണ്. നല്ല വെട്ടം വെയിലൊക്കെയുള്ള സമയമായതുകൊണ്ട് ഞാൻ പരിശ്രമിച്ചു എൻ്റെ മൊബൈലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എന്നിട്ടും സാധിച്ചില്ല. ഇനി നമുക്ക് ഇത് തീ ഓഫാക്കി വെക്കണം. ഓഫാക്കി വെച്ചതിന് ശേഷം അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തു. അതിനകത്ത് വെള്ളം ചേർക്കുകയോ അത് ഉടയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് കാര്യം കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ അതുമല്ല, നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതൊന്ന് നല്ലവണ്ണം മിക്സായി കഴിയുമ്പം 1-2 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഇത് തീ ഓഫാക്കിയിട്ട് വേണം തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുപോലെ നല്ലവണ്ണം മസാല തണുത്തതിന് ശേഷം വേണം തൈര് ചേർക്കാനായിട്ട്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈരല്ലേ, അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ അല്പം കസ്തൂരി മേത്തി നമുക്ക് എല്ലാ കടകളിലും കിട്ടും, മോളുകളിലൊക്കെ കിട്ടും കസ്തൂരി മേത്തി. ഇതിന് വലിയ വിലയൊന്നുമില്ല. 10, 15, 20 രൂപയ്ക്ക് ഒരു പാക്കറ്റ് കിട്ടും. ഇത് നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് മെഴുക്കുവരട്ടി വെക്കുമ്പോഴും പിന്നെ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് ഇടാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അത് ചേർക്കണം തീർച്ചയായിട്ടും. പിന്നെ മല്ലിയില കൂടെ ചേർത്തു. മല്ലിയില ചേർത്ത് ഇതിനി നമുക്ക് ഇളക്കി ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇവിടുത്തെ കറി വെക്കുമ്പോൾ ഇതിനകത്ത് കടലമാവ് ചേർക്കാറുണ്ട്. അങ്ങനെയാണ് അവർ മോര് തയ്യാറാക്കുന്നത്. നമ്മൾ
ചെയ്യുന്ന പോലെയല്ല, പക്ഷേ ഈ ഒരു കറി പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയും ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോ, അതുപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് എൻ്റെ ചാനൽ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ കണ്ടിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമ്പം കൂടുതൽ ഇൻട്രസ്റ്റ് ആകും. അതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.